സോദരരെ, സല്യൂട്ട്. ഇന്നലെ എന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് ഒരു വനിതാ പത്രപ്രവർത്തക വിളിച്ചു ചോദിച്ചു, ഗ്രീഷ്മയുടെ ശിക്ഷാവിധിയെക്കുറിച്ച്, തൂക്കുകയർ കൊടുത്തതിനെക്കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം എന്ന്. ഇംഗ്ലീഷിലായിരുന്നു ഞങ്ങളുടെ കോൺവെർസേഷൻ മൊത്തം. എന്നോട് ചോദിച്ചത്, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ക്യാപിറ്റൽ പണിഷ്മെന്റ് അവോർഡഡ് ടു ഗ്രീഷ്മ ഇൻ ദ ഷാരോൺ മർഡർ കേസ് ബൈ ദ കോർട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിസമ്മതിച്ചു പറയാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു കുറച്ച് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. നിങ്ങൾ സെർവിങ് ഓഫീസേഴ്സിനോടോ വേറെ ഏതെങ്കിലും ഓഫീസേഴ്സിനോടോ ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ ഹാസ് ഓൾറെഡി ആസ്ഡ്. വേറെ ഒരുപാട് പേരോടൊക്കെ ചോദിച്ചു, അവരുടെയൊക്കെ ഒപ്പീനിയൻ കിട്ടി. വേറെ കുറേ IPS ഓഫീസർമാരുടെയും IAS ഓഫീസർമാരുടെയും റിട്ടയർഡ് ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞു. മാഡത്തിന്റെ അഭിപ്രായവും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ്. 33.5 വർഷം കേരളത്തിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്തതാണ്. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ജയിൽ DGP ആയിരുന്നു. എന്താണ് മാഡം ചിന്തിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം, പ്ലീസ് ഒന്ന് പറയൂ എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. ഇതിനേക്കാളും RG കർ ആശുപത്രിയിൽ നടന്ന ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും, അതിലെ പ്രതി, അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമേ കൊടുത്തുള്ളൂ. അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ, അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നും അല്ല, സാധാരണ കേസാണ് എന്ന് പറഞ്ഞ് വെസ്റ്റ് ബംഗാളിൽ നടന്ന ആ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഡോക്ടർ ഡ്യൂട്ടിക്കിടയിലൂടെ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ ജീവപര്യന്തം തടവ് മാത്രം വിധിച്ചപ്പോൾ അതേ ദിവസം ഇറങ്ങിയ മറ്റൊരു വിധി പ്രസ്താവത്തിൽ കേരളത്തിലുള്ള ഒരു കോടതി കാമുകനെ വിഷം കൊടുത്തു കൊന്നു എന്ന കാരണത്തിൽ 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചത് ഒട്ടും ന്യായീകരിക്കാനാവില്ല എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഞാൻ മലയാളികളുടെ ചില ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ചും സംസാരിച്ചു. ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇതുപോലെയുള്ള കൊലപാതകം നടക്കുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടെ ഇത് എന്തോ വലിയ സംഭവമാണ്, ആ പെണ്ണിനൊരു കഷായം ഗ്രീഷ്മ എന്നുള്ള പേരൊക്കെ ഇട്ടു. ചിലപ്പോൾ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ കേസ് ഞാൻ അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഇതിന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ ഞാൻ വിശ്വസിക്കുന്നു, കോടതി വിധിന്യായത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ എന്നാലും ഇത് കുറച്ച് കടുത്തുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊതുവെ വളരെയധികം ഇരട്ടത്താപ്പ് കാണിക്കുന്നവരാണ്. യമനിലെ ഒരു നേഴ്സ്, മലയാളിയായിട്ടുള്ള ഒരു നേഴ്സ്, നിമിഷപ്രിയ, ഒരു നേഴ്സാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പുരുഷൻ ഒരുപാട് ഓവർഡോസ് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊല ചെയ്ത ഒരു പാസ്പോർട്ട് അയാളുടെ കയ്യിലാണ്. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെയുള്ള ന്യായീകരണം പറഞ്ഞ് ഓവർഡോസ് മരുന്ന് കുത്തിവെച്ച് കൊന്നു എന്ന ഒരു കേസുണ്ട്. ഇവിടെയുള്ള നിയമം എന്ന് പറഞ്ഞാൽ വളരെ കർശന നിയമമാണ്. അതുകൊണ്ട് ഒരാളെ കൊന്നു എന്നുള്ള കുറ്റത്തില് ശിക്ഷ തൂക്കുകയറ് വിധിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ പരാക്രമം കണ്ട് ഞാൻ അന്താളിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്നത് പോലെ കോടിക്കണക്കിന് 40-50 കോടി രൂപയൊക്കെ പിരിച്ച് ബ്ലഡ് മണി, അതിനെ ദിയാന്നോ മറ്റോ പറയും തോന്നുന്നു ആ ഭാഷയിൽ, അറബിക് ഭാഷയില്. ബന്ധുക്കൾക്ക് ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് പാഡൻ ചെയ്യും, അവര് വിമുക്തരാക്കും. അവര് പറയും, ശരി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ക്ഷമയിൽ ആ കുറ്റം ഒഴിവായിക്കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മലയാളികൾ എല്ലാവരും കൂടെ ഇവർക്ക് വേണ്ടി ഇത്രയധികം കോടി രൂപ പിരിച്ച്, ആരും അയച്ചു കൊടുത്തില്ലോ എന്തോന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ പത്രത്തിലൂടെ കണ്ടതേ ഉള്ളൂ. പക്ഷെ അതിനു വേണ്ടി ഒരു കൊലപാതകിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ഒരൊറ്റ കൊലപാതകം നടത്തിയ ഒരു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇവിടെ ഒരു ആക്രാന്തം കാണിച്ചല്ലോ. അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ കണ്ണീരും, എന്താണ് മുതലക്കണ്ണീരെന്നൊക്കെ പറയത്തില്ലേ, അതിന്റെ കുറെ പൊഴിച്ചിലൊക്കെ കണ്ട് ഞാനത് കണ്ടു. അതിനുശേഷം അതിനു മുമ്പ് നടന്നതാണ്, എനിക്ക് തോന്നുന്നു അബ്ദുൾ റഹ്മാനോ എന്ന് മറ്റോ പറയുന്ന ഏതോ ഒരാള്, PDAക്കൽ അബ്ദുൾ റഹ്മാൻ എന്നാണെന്ന് തോന്നുന്നു ആളുടെ പേര്. അയാൾ സൗദി അറേബ്യയില് ജോലിക്ക് പോയപ്പോൾ, അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു കോഴിക്കോട്. പക്ഷെ സൗദി അറേബ്യയിൽ ഏതോ ഒരു ജോലി കിട്ടിപ്പോയി. അവിടെ ഒരു കുട്ടിയെ നോക്കലായിരുന്നു അയാളുടെ പരിപാടി. ഒരു അറബ് കുട്ടിയാണ്. ആ കുട്ടിക്ക് അസുഖങ്ങളുള്ള കുട്ടിയാണ്. അതിനെ കൊന്നതാണ് കേസ്. ആ കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന എല്ലാ ഈ ഡ്രിപ്പ് കുത്തിവെച്ചിരിക്കുന്ന സൂചിയും മുഖത്ത് ഓക്സിജൻ നൽകാനായിട്ട് വെച്ചിരിക്കുന്ന കാര്യവും എല്ലാം എടുത്തു മാറ്റി കളഞ്ഞിട്ട് ആ കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് അത് കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണുപോയി, അതെല്ലാം മാറിപ്പോയതാണെന്നൊക്കെയുള്ള ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവസാനം ആ കോടതിയും അയാളെ ശിക്ഷിച്ചു. ശിക്ഷ തന്നെ കൊടുത്തു. ആ ശിക്ഷയിൽ നിന്ന് അയാളെ ഒഴിവാക്കി തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈയിടെ പോലീസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ ഒരു കൂട്ട ഓട്ടമൊക്കെ നടത്തി
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് പിരിച്ച് 35 കോടി രൂപ 36 കോടി രൂപ എങ്ങാണ്ട് പിരിച്ചെടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതും ഒരു കൊലയാളിയാണ്, ഒരു പുരുഷനാണ്. അയാള് സൗദിയിൽ പോയി, സൗദിയിലെ നിയമം എന്ന് പറഞ്ഞാൽ വളരെ കർശന നിയമമാണ്. അവിടെ സൗദി പൗരനായിട്ടുള്ള ഒരാളെ കൊന്നതിന്, ഒരു കുട്ടിയെ കൊന്നതിന് ആ ആളെ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം, അയാളെ കുറ്റവിമുക്തനാക്കി തിരിച്ചു കൊണ്ടുവരണം എന്ന് ആക്രോശിച്ച് ചടിക്കുന്നത് അത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്, അല്ലേ? ആ ഒരു സംഭവം, 2 സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് നടന്നതൊന്നും കൊലപാതകങ്ങൾ കുഴപ്പമില്ല, അത് മരിച്ചവരൊക്കെ വിദേശികളല്ലേ, സാരമില്ല. പക്ഷെ ഇവിടെ നടന്നത് മരിച്ചതൊരു മലയാളിയാണ്. അപ്പൊ അതുകൊണ്ട് കൊല ചെയ്തപ്പെട്ട പെണ്ണാണെങ്കിൽ പോലും അവളെ തൂക്കുകയറിൽ ഏറ്റണം, അവളെ തൂക്കി കൊന്നേ മതിയാവും, ആ വിധി ഒട്ടും കൂടുതലല്ല എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതാൻ വരെ പത്രങ്ങളുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് നമുക്ക് ചേർന്നതാണോ? നിയമം എന്താണ് പറയുന്നത്? എന്താണ് കൊലപാതകത്തിനുള്ള ശിക്ഷ? പഴയ IPC ക്രൈം 302 എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ മർഡർ ആണ്. അത് ഡെത്ത് പെനാലിറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഡെത്ത് പെനാലിറ്റി ഷുഡ് ബി ഗിവൺ വിത്ത് കെയർ എന്ന്. അതുപോലെ BNS എന്ന് പറയുന്ന പുതിയ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് സെക്ഷൻ 103 ആണ് മർഡറിനുള്ള ശിക്ഷ പറയുന്നത്. അതും സെയിം ആണ്, ഒന്നുകിൽ മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജീവപര്യന്തം തടവ് മാത്രമാണ് സാധാരണ നിലയിൽ എല്ലാവർക്കും കൊടുക്കുന്നത്. മരണശിക്ഷ എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് ഒരുപാട് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. വളരെയധികം കേസുകളുടെ വിധിന്യായങ്ങൾ വന്നപ്പോഴും അപ്പെക്സ് കോടതിയിൽ, അതായത് സുപ്രീം കോടതിയിൽ വന്നപ്പോഴും മരണശിക്ഷ നൽകുന്നത് വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു ജീവനാണ്. അതുകൊണ്ട് എന്ത് കുറ്റമാണെങ്കിലും ചെയ്ത കുറ്റം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തൂക്കിലേറ്റുക എന്ന് പറയുന്നതല്ല ശരി. അതുമല്ല, പെണ്ണുങ്ങൾ ആവുമ്പോൾ കുറച്ചും കൂടെ കെയർ എടുക്കണം എന്നുമൊക്കെ ശഠിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കിയാൽ ഭാരതത്തില് ഇതേവരെ സ്വാതന്ത്ര്യം കിട്ടി ഇതേവരെ ഒരൊറ്റ വനിതയെ മാത്രമേ തൂക്കിലേറ്റിയിട്ടുള്ളൂ. അവർക്ക് ഏകദേശം 45-50 വയസ്സ് അടുപ്പിച്ച് പ്രായമുണ്ട്. അവരുടെ പേര് രത്തൻ ഭായ് ജെയിൻ എന്നാണ്. അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ 3 പെൺകുട്ടികളെ അവർ വിഷം നൽകി കൊന്നു എന്നാണ്. അവർ 3 പേരും കൂടെ ചേർന്ന് ഇവർക്കെതിരെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ധാരണയിലാണ്. ഇതൊരു ഹോസ്റ്റൽ അന്തരീക്ഷമോ മറ്റോ ആയിരുന്നു, ഹോസ്റ്റലോ എന്തോ കൂടെ താമസിക്കുന്ന കുറെ അധികം ആൾക്കാർ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്തെ 3 പെൺകുട്ടികളെയാണ് ഇവർ വിഷം കൊടുത്ത് കൊന്നത്. അപ്പൊ അതൊരു വളരെ സീരിയസ് കുറ്റമായിട്ട് അന്ന് 1955 ഇത് വിധി വരുന്നത്. അവരെ തൂക്കുകയറ് വിധിച്ച് തൂക്കിക്കൊല്ലുകയും ചെയ്തു. അത് തിഹാർ ജയിലിൽ വെച്ചാണ് ചെയ്തത്. അതിനുശേഷം പല കേസുകളിലും ഇതുപോലെ സ്ത്രീകൾ പ്രതിയായിട്ടുണ്ട്. ഷബ്നം അലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കുടുംബത്തിലുള്ള 7 പേരെ കൊന്നു. അതോടൊപ്പം ഒരു 10 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. അപ്പൊ ഈ സ്ത്രീ വളരെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് കണ്ടുകൊണ്ട് അവർക്ക് വധശിക്ഷ കീഴ്ക്കോടതി വിധിച്ചതാണ്. പക്ഷെ അത് മുകളിലുള്ള കോടതികൾ അതിനെ മാറ്റി ജീവപര്യന്തമാക്കി കൊടുത്തു. നേഹ വർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കൊള്ള സംഘത്തിൽ പെട്ട് അവര് ഒരു വീട്ടില് കൊള്ള നടത്താനായി കയറി. അവിടെയുള്ള കൊള്ളയ്ക്കിടയിലൂടെ ഒരു 3 പേര് മരിച്ചുപോയി. 3 പേരുടെ കൊലപാതകത്തിന് അവർ ഉത്തരവാദി ആയതുകൊണ്ട് അവരെയും മറ്റ് പ്രതിയുടെ കൂടെ പുരുഷ പ്രതികളുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ തൂക്കുകയറ് വിധിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അവരെയും കുറ്റവിമുക്തയാക്കി പിന്നീട് ഉത്തരവ് ഇടുകയായിരുന്നു ചെയ്തത്. സോനാൽ എന്നു പേരുള്ള സ്ത്രീ സ്വന്തം കുടുംബത്തിലെ 7 പേരെ കൊന്നു. അവരെ ഇതുപോലെ വിഷം കൊടുത്ത് സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയപ്പെടുന്നു. ആ 7 പേരും മരണപ്പെട്ടതുകൊണ്ട് ഇവർക്കും തൂക്കുകയറ് വിധിച്ചു. അവസാനം ഇവർ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഈ പാടനൊക്കെ കിട്ടി. സുപ്രീം കോടതിയിലെ ഇതുപോലുള്ള കേസുകൾ വന്നപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് ഇതിലൊക്കെ സ്ത്രീകൾ എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് തൂക്കിലേറ്റണ്ട, ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ അത് മാറ്റി എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജയിലുകളിൽ കേരളത്തിലും ഭാരതത്തിലുമായിട്ട് വളരെയധികം സ്ത്രീകൾ ഇതുപോലെ കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട്. ജയിൽ വകുപ്പ് മേധാവിയായിരുന്നപ്പോൾ ഒരുപാട് കൊലപാതക കേസിലെ പ്രതികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് നിരന്തരം ചർച്ച നടത്തിയിട്ടുണ്ട്. അവർക്ക് പറയാൻ മറ്റൊരു കഥയുണ്ട്, പക്ഷെ ആ കഥകളൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ പോയി ജയിലിൽ ഗ്രീഷ്മയെ കണ്ടാലും ആ കുട്ടി വേറൊരു കഥയായിരിക്കും എന്നോട് പറയുക. അത് ഞാൻ വിശ്വസിക്കണം എന്നില്ല, പക്ഷെ അതിന്റെ മനസ്സിൽ ആ ഒരു കഥയായിരിക്കും. അതിനെ ഡിഫെൻഡ് ചെയ്യാനും ഇങ്ങനെയായിരുന്നു സംഭവം, ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നോ ഒക്കെ ആ കുട്ടി പറയുമായിരിക്കും. അതെനിക്ക് വേണമെങ്കിൽ വിവരിക്കാം. പക്ഷെ അല്ലാതെ ഈ നിയമം അനുസരിച്ച്, നീതി അനുസരിച്ച്, ന്യായം അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് തെളിഞ്ഞത് എന്നുള്ളത് നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ എന്താണ് ബോധ്യമായത്, എന്തുകൊണ്ട് ശിക്ഷ
അർഹിക്കുന്നു എന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ എനിക്കതിനെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഞാനത് അന്വേഷിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക്. അതുകൊണ്ട് ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഈ കുട്ടി അർഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ, ഒരു പയ്യനുമായിട്ട് സ്നേഹമായി 21-ാം വയസ്സിലാണ് ഈ കുട്ടി കുറ്റകൃത്യം ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഈ കുട്ടിക്ക് 1 വർഷമായിട്ട് ഈ പയ്യനുമായിട്ട് സ്നേഹമുണ്ട്. ഈ കുട്ടി നായർ കുടുംബത്തിലുള്ളത്, പയ്യൻ നാടാ ക്രിസ്ത്യനാണ്. അപ്പൊ അതുകൊണ്ടുള്ള അത് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ്. 2 ജാതികളിൽ 2 മതങ്ങളിൽപ്പെട്ടവർ തമ്മിൽ പ്രണയിക്കുമ്പോൾ കുടുംബക്കാരുടെ എതിർപ്പ് എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഈ കുട്ടിയുടെ ഗ്രീഷ്മയുടെ അച്ഛനമ്മമാരത് എതിർത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുറ്റകൃത്യം നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഇത് നടന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഈ കുട്ടി ഈ പയ്യനുമായിട്ട് പ്രണയത്തിലായി. പയ്യൻ പാവം വളരെയധികം സ്നേഹിച്ചു ഗ്രീഷ്മയെ എന്നൊക്കെയാണ് പറയുന്നത്. അവന് പല പ്രാവശ്യവും ഗ്രീഷ്മയുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ ഗ്രീഷ്മയ്ക്ക് പിന്നെ വീട്ടുകാർ വേറൊരു ആർമി ഓഫീസറുമായിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ ഇവളത് പറഞ്ഞപ്പോൾ അത് അയാൾ വിസമ്മതിക്കുകയും നമുക്ക് രഹസ്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് ശാരന്റെ വീട്ടിൽ വെച്ചിട്ട് താലി കെട്ടിയെന്നോ എന്തോ ചരടിട്ടെന്നോ അതിനുശേഷം വെട്ടുകാട്ട് പള്ളിയിൽ പോയി കല്യാണം നടത്തിയെന്നും അതിൻ്റെയൊക്കെ പടങ്ങൾ ശാരന്റെ കയ്യിലും ഉണ്ട്, ഗ്രീഷ്മയുടെ ഫോണിലും ഒക്കെ ഉണ്ട്. ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മറ്റേ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആർമിക്കാരനുമായിട്ട് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രീഷ്മ വീണ്ടും ശാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കഷായം കൊടുക്കുന്നത്. അപ്പൊ കഷായം എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ് എന്ന് പറയുന്നു. നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലോ, അപ്പൊ ഈ കഷായം കുടിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്, എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രണയം കാണിക്കാനായിട്ട് നീ കഷായം കുടിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് ഉള്ള ദയ കൊണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും കഴിക്കുന്നത് ഈ കഷായമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു ധാരണ പുറത്തൊന്നും അല്ല കൊടുത്തത്. ഒരു ചലഞ്ച് പോലെ, കഷായം ചലഞ്ച്, ജ്യൂസ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ. അപ്പം എത്ര കുപ്പി ജ്യൂസ് കുടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജ്യൂസിനകത്ത് നേരത്തെ പാരസെറ്റമോൾ കലക്കി കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത്. അത് അവൻ കുടിച്ചില്ല. അതിനുശേഷം പിന്നെ ഇപ്പൊ കഷായത്തില് ഒരു വിഷം ചേർത്ത്, പെസ്റ്റിസൈഡ്, പാരാക്വറ്റ് എന്ന് മറ്റേ പറയുന്ന ഒരു പെസ്റ്റിസൈഡ്, അത് വളരെ മാരകമായിട്ടുള്ള വിഷമാണ്. അപ്പൊ അത് കൊടുത്തിട്ട് ഈ വിഷം കഴിച്ച ശേഷം ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവന് കുഴപ്പം മനസ്സിലായത്. പക്ഷെ അവൻ മനസ്സിലായോ ഇല്ലയോ എന്നറിയില്ല. അവൻ അവന്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്ന് പറയുന്നു. അവന്റെ സുഹൃത്തിന്റെ ബൈക്കിലാണ് അവൻ വന്നത്. അപ്പൊ അവനുമായിട്ട് തിരിച്ചു പോകുന്ന വഴി മുഴുവൻ ഇവൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു, ഛർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ 11 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്നിട്ടാണ് ഈ പാവം പയ്യൻ മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശാരൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ക്രൂരമായിട്ടുള്ള കുറ്റം തന്നെയാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒട്ടും അർഹിക്കാത്ത കുറ്റകൃത്യം തന്നെയാണ്. പക്ഷെ അതിനുള്ള ശിക്ഷ തൂക്കുകയറാണോ? കാരണം ഇവിടെ പുരുഷന്മാരടക്കമുള്ള ആൾക്കാർ ഇതുപോലെ ഇതിലും വഷളായിട്ട് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് തുരാന്ന് കത്തിയിട്ട് കുത്തി അല്ലെങ്കിൽ വലിയ വാളിട്ട് വെട്ടി കൊന്നിട്ട് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? 2 പയ്യന്മാരെ പബ്ലിക്കായിട്ട് വളഞ്ഞിട്ട് കുറെ പേര് ചേർന്ന് വെട്ടിക്കൊന്നല്ലോ, പെരിയ ഇരട്ടക്കൊല കേസ് എന്ന് പറയുന്നത്. അതിനകത്ത് ജീവപര്യന്തം ശിക്ഷയല്ലേ വിധിച്ചുള്ളൂ. അതുപോലെയുള്ള എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലും, കേസുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുമ്പോഴും, മദ്യപിച്ച് വഴക്കുണ്ടാവുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുന്നതും വളരെ ക്രൂരമായിട്ട് വയറിൽ കുത്തി കുടല് പോലും പുറത്തെടുത്ത് കൊന്നിട്ടിരിക്കുന്ന സീൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലെ ഒന്നും പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തിട്ടില്ല. കാരണം ഇതൊക്കെ സാധാരണമാണ്. അസാധാരണം ഇതിനകത്തില്ല. ഇതൊക്കെ സാധാരണമായിട്ട് നടക്കുന്നതായതുകൊണ്ട് ഓക്കെ, ഇതിന് ജീവപര്യന്തം മതി. പക്ഷെ അസാധാരണം എന്ന് പറയുന്നത് കാമുകനെ വിഷം കൊടുത്ത് കൊല്ലുന്നത് മാത്രം അസാധാരണമാകുമോ? അസാധാരണങ്ങളിൽ അസാധാരണം ആകുമോ? അത് കാമുകന്മാരെ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ള, ഭർത്താക്കന്മാരെ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ളത് എത്ര കേസുകളുണ്ട്. ഭാര്യമാരെ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ളത്, ഭാര്യമാരെ വെട്ടിക്കൊന്നിട്ടുള്ളത്, വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി പലയിടത്തായിട്ട് ചെതറി ഇട്ടിട്ടുള്ളവർക്ക്, ഒരാളെ കൊന്ന് കഷ്ണമാക്കി ഇട്ടിട്ടുള്ളവരെ എന്തുമാത്രം ക്രൂരത കാണിച്ചാലും അതൊന്നും അപൂർവങ്ങളിൽ അപൂർവമല്ല. പക്ഷേ ഒരു കഷായത്തിൽ വിഷം കലക്കി കൊടുക്കുന്ന അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞൊരു വധശിക്ഷ വിധിക്കുന്നതിനെതിരെയാണ് എനിക്ക് എതിർപ്പുള്ളത്. അപ്പൊ അതിന് ശിക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ന്യായാധിപന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നിയമം തന്നെ കാണുന്നത്. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ ഒരു നിയമം എന്ന് പറയുന്ന ഒരൊറ്റ നിയമമാണ് ഉള്ളതെങ്കിലും ന്യായാധിപന്മാർ അതിരുന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം അനുസരിച്ചാണ് ശിക്ഷയുടെ തോത് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത്. അപ്പൊ അതിനൊരു യൂണിഫോമിറ്റി എന്ന് പറയുന്നത് പൊതുവേ നിലവിലില്ല. ഒരു കേസ് ഏത് ന്യായാധിപന്റെ മുന്നിൽ എത്തും എന്നനുസരിച്ച് ആയിരിക്കും. അത് വലിയൊരു ഭാഗ്യ പരീക്ഷണം പോലെയാണ് പലപ്പോഴും തോന്നുക. വളരെ കർശനമായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വളരെ കഠിനമായിട്ടുള്ള ശിക്ഷയാണെങ്കിൽ, വേറെ ഒരു കാര്യത്തിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്
മാജിക് മഷ്റൂം എന്നൊക്കെ പറയുന്ന സിലോസൈബിൻ എന്ന് പറയുന്നത് വളരെ വലിയ മാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് എന്നാണ് നമ്മളൊക്കെ സാധാരണയായിട്ടൊരു പോലീസ് ഓഫീസർ വിശ്വസിച്ചിരുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതും. നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ആക്ടിനകത്ത്, NDPS ആക്ടിനകത്ത് അതിനകത്തുള്ള സിലോസൈബിൻ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഡ്രഗ് ആയിട്ട് എഴുതിയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ മാജിക് മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ നിഷിദ്ധമാണ് നമ്മുടെ ഭാരതത്തിൽ എന്നിരിക്കെ കേരളത്തിൽ പറഞ്ഞല്ലോ മാജിക് മഷ്റൂം തെറ്റല്ല, അതൊരു ഫംഗസ് ആണ്, അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണ്, ഒരു മഷ്റൂം എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് കൺസ്യൂം ചെയ്യുന്നതും അത് കയ്യിൽ വെക്കുന്നതും വിൽക്കുന്നതും ഒന്നും തെറ്റല്ല എന്ന് ഒരു ന്യായാധിപന് തോന്നിയല്ലോ. അതുപോലെ ചിലപ്പോൾ മറ്റൊരു ന്യായാധിപന് തോന്നാം കഞ്ചാവും അങ്ങനെയാണല്ലോ, കഞ്ചാവ് ചെടിയിൽ നിന്ന് വരുന്നതല്ലേ, അതും നാച്ചുറലായിട്ട് പ്രകൃതിയിൽ വരുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉപയോഗവും അതിന്റെ കച്ചവടവും അതിന്റെ കൾട്ടിവേഷനും ഒന്നും തെറ്റല്ല, അതും പ്രകൃതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമാണല്ലോ, അത് കെമിക്കലൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റല്ല എന്ന് വേണമെങ്കിൽ തോന്നാം. അതുപോലെ പലതും ഇതുപോലെ ഈ LSD എന്ന് പറയുന്ന സാധനം പോലും അത് ഉണ്ടാക്കുന്നത് ആർഗട്ട് എന്ന് മറ്റോ പറഞ്ഞ ഒരു ഫംഗസിൽ നിന്നാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഇതുപോലെ സ്ത്രീകള് വിച്ചെന്നൊക്കെ പറഞ്ഞ സ്ത്രീകളെ തൂക്കിക്കൊല്ലുമ്പോൾ കോൺ പാടങ്ങളിലൊക്കെ കുറച്ച് നാൾ കോണൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഫംഗൽ ഒരു ഇൻഫെക്ഷൻ ആണ് ആർഗോട്ട് എന്ന് മറ്റോ പറയുന്ന ഒരു ഫംഗസ് ആണ്. അത് കുറച്ചെങ്കിലും അകത്ത് ഈ കോൺ ബ്രെഡൊക്കെ ഉണ്ടാക്കി അതിലൂടെ അകത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനെ സൈക്കഡെലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ വേറൊരു രീതിയിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് വേറെ രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കും, സംസാരിക്കും, കാണുന്നത് മാറും, നമ്മുടെ ചുറ്റുപാടും മാറും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പദാർത്ഥം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ തരുന്നതാണ്. അപ്പൊ കെമിക്കലായിട്ട് നമ്മൾ ലാബറട്ടറിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആണ് ഈ മെത്ത് എന്നൊക്കെ പറയുന്നതും അതുപോലെ കൊക്കെയിൻ, ഹെറോയിൻ എന്നൊക്കെ പറയുന്നതും. ഓപ്പിയം എന്ന് പറയുന്നതും ഇപ്പൊ ബാൻ ചെയ്യുന്നുണ്ടല്ലോ. ഓപ്പിയവും മരത്തിൽ നിന്ന്, ചെടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പിയം കൃഷിയുള്ളത്. ഓപ്പിയം വാർ എന്ന് പറഞ്ഞ് നടന്നിരിക്കുന്ന പോലെ ഇത് പ്രകൃതിയിൽ ചെടിയില് പോപ്പി പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യമാണ് ഓപ്പിയം. അപ്പൊ അതും ചിലപ്പോൾ മയക്കുമരുന്നല്ല എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നുമായിരിക്കും ഭാവിയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീതി, നിയമം ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പല പല സാഹചര്യങ്ങൾക്കനുസരിച്ചും പല ആൾക്കാരുടെ അനുമാനങ്ങൾക്കനുസരിച്ചും ഒക്കെ വ്യതിയാനം പറ്റിക്കൊണ്ടിരിക്കുന്നത്, മാറി മാറി മറിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശരിക്കും ഒരു തുല്യമായ നീതി എന്ന് പറയുന്നത് ലഭിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഇപ്പൊ ഒരു മർഡർ കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർക്കംസ്റ്റാൻസ് അനുസരിച്ച്, അതിന്റെ സാഹചര്യം അനുസരിച്ച് എന്തിനു മർഡർ ചെയ്തു, എന്താണ് മോട്ടീവ്, എന്തിനാണ് അത് ചെയ്തത്, എത്ര പേരെ ചെയ്തു, അവരുടെ മനസ്സെങ്ങനെയാണ്, ഇവരെ ജീവിക്കാൻ അർഹതയുള്ള ആളാണോ അതോ ഇവരെ തൂക്കിക്കൊല്ലണോ എന്നൊക്കെയുള്ള ഒരു കുറേ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിധി പ്രസ്താവം നടത്തുക. പക്ഷെ അത് മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ജനം എന്തുകൊണ്ടാണ് ഇത്ര എളുപ്പം ചില കാര്യങ്ങൾക്ക് സ്വാധീനപ്പെടുന്നത് എന്നുള്ളതാണ്. പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തി കൊള്ളൂല, ഇവൻ കുറ്റവാളി, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇവൻ മോശം, ഈ സ്ത്രീ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അത് ഏറ്റുപിടിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റാതെ അത് ശരിയാണ് ഈ മാസ്സായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് നമുക്ക് ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് PDAക്കൽ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആളും നിമിഷപ്രിയയും ഒക്കെ പുണ്യാത്മാക്കളാവുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീഷ്മ ക്രൂരമായിട്ടുള്ള കഷായ ഗ്രീഷ്മ, ജോളി സൈനൈഡ് ജോളി ഉണ്ടല്ലോ, അവരുടെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല, വിധി വന്നിട്ടില്ല, പക്ഷെ അവരും വളരെ മോശമായിട്ടാണ് നമ്മൾ കാഴ്ചയിൽ കാണുന്നത്. നമ്മൾ പറയുന്നത് ഈ ഇത്രയും പേരെ കൊന്നു, ഇത്രയും നാളായിട്ട് സൈനൈഡ് കൊടുത്തു കൊന്നു, അതിനെപ്പറ്റി ഒരു ഡോക്യുമെന്ററി വരെ ഇറങ്ങി. അത് നിയമവിരുദ്ധമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആ ഡോക്യുമെന്ററി കണ്ടിരുന്നു. പക്ഷെ എന്നാലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വതന്ത്രമായിട്ട് മനുഷ്യർക്കാർക്ക് ചിന്തിക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഒപ്പീനിയനും ചാനൽ ചർച്ചകളും കണ്ടെടുക്കുന്ന തീരുമാനം, അതാണ് വളരെയധികം പരിതാപകരം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണ് മലയാളികള് മാറ്റുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചിന്തിച്ച് നോക്കാം. സസ്നേഹം, ശ്രീലേഖ.